ഓരോ സിനിമയും ഓരോ അനുഭവമാണ്. നമ്മുടെ ആസ്വാദന തലങ്ങൾക്കനുസരിച്ച് നമ്മോട് സംവദിക്കുന്ന ഒരു മാധ്യമം. കഴിഞ്ഞ 30 വർഷങ്ങളായി ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ നമ്മുടെ കൊച്ചു കേരളത്തിൽ എത്തിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ 30ാം പതിപ്പിന്റെ 5ാം ദിന കാഴ്ചകൾ കാണാം. കുടുംബ ബന്ധങ്ങളുടെ സങ്കീർണതകളിലേക്ക് വെളിച്ചം വീശുന്ന ഫാദർ മദർ സിസ്റ്റർ ബ്രദർ ഇപ്രാവശ്യത്തെ ചലച്ചിത്രമേളയിൽ ഏറ്റവും ജനശ്രദ്ധയേറിയ ചിത്രങ്ങളിൽ ഒന്നാണ്. നല്ല സിനിമയായിരുന്നു. മനുഷ്യബന്ധങ്ങളെ കുറിച്ച്, അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി ബന്ധങ്ങളെ കുറിച്ചുള്ള ഒരു 3 കപ്പിൾസ്. ആദ്യത്തെ ഭാഗം സഹോദരൻ സഹോദരിയും ഒറ്റയ്ക്ക് താമസിക്കുന്ന അച്ഛനെ വിസിറ്റ് ചെയ്യാൻ പോകുന്നതാണ്. പക്ഷെ അവരുടെ സംഭാഷണങ്ങളൊന്നും ആത്മാർത്ഥതയില്ല. അവരുടെ ബന്ധങ്ങളിലെ അങ്ങനെ മനുഷ്യബന്ധങ്ങളെ കുറിച്ചുള്ള ഒരു അവലോകനം. സഞ്ജു സുരേന്ദ്രൻ സംവിധാനം നിർവഹിച്ച ഇഫ് ഓൺ എ വിന്റേഴ്സ് നൈറ്റ് ഡൽഹിയിലേക്ക് കുടിയേറപ്പെട്ട ഒരു മലയാളി ദമ്പതിയുടെ കഥ പറയുന്നു. ഹായ് അരതി. ഹായ്. ഹിറ്റ്കിഗാവിലെ ഗോപിക. അതെ. ഓക്കെ, നമ്മൾ ഈ സ്റ്റോറി ഞാൻ മൂവി കണ്ടു. സ്റ്റോറി ലൈൻ പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്, പക്ഷെ അതിന്റെ മേക്കിങ്ങിലും അതിന്റെ ഡയലോഗ്സിലും പോകുന്ന ഒരു മൂവി. എങ്ങനെയാണ് ആ സിനിമയിലേക്ക് എത്തിയത്? ഞാൻ സിനിമയിലേക്ക് എത്തിയത് സഞ്ജു സാർ എനിക്ക് നേരത്തെ അറിയായിരുന്നു, ഡയറക്ടറെ. അപ്പോൾ സാറ് ആക്ച്വലി ഗോപികയുടെ കാസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നോർത്തിൽ പഠിക്കുന്ന ഒരു മലയാളി പെൺകുട്ടി എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ മുംബൈയിലാണ് പഠിച്ചത്, എൻ്റെ അണ്ടർ ഗ്രാജുവേഷൻ ചെയ്തത്. ഞാനൊരു ഫിലിം സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ ഓഡീഷൻ ചെയ്തത്. ഫസ്റ്റ് ഓഡീഷൻ ചെയ്തു. അപ്പോൾ എനിക്ക് വിളിയൊന്നും വന്നില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി ഒരു ഓഡീഷനും കൂടി ചെയ്തു. അതിൽ ഓക്കെ ആയി. സോ അങ്ങനെയാണ് പടത്തിലേക്ക് വരുന്നത്. ഇപ്പൊ ഗോപിക എന്നുള്ള ക്യാരക്ടർ എടുക്കുകയാണെങ്കിൽ തന്നെ ഇനീഷ്യലി നമുക്ക് കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുമെങ്കിലും ഓവർ ടൈം അത് റിവീൽ ചെയ്ത് വേറൊരു ഫേസ് കാണിക്കണം. അപ്പൊ നമ്മള് നോർമലി നമ്മൾ ഏത് ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോഴും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് നമ്മൾ ഇനീഷ്യൽ ഒരു ജഡ്ജ്മെന്റും ഉണ്ടാവുമല്ലോ, പിന്നീടാണ് അതിലേക്ക് റിവീൽ ചെയ്ത് വരുന്നത്. അപ്പൊ ആ ഒരു ബ്യൂട്ടി അത് എങ്ങനെയായിരുന്നു? വളരെ സന്തോഷം. കാരണം പടം കുറച്ച് എല്ലാവരുടെയും ഒരു സ്റ്റോറി സീരിയസ് ആയി പോകുമ്പോ എനിക്കൊരു ഗോപികയുടെ ക്യാരക്ടർ ആയിരുന്നു ഒരു കോമിക്കൽ റിലീഫ് പടത്തിൽ. അപ്പൊ ഡെഫിനറ്റ്ലി ഒരു ഫേസ് കാണുമ്പോൾ തിയേറ്റർ ചിരിക്കും കൈയടിക്കും ഒക്കെ ചെയ്യുമ്പോൾ വളരെ സന്തോഷം. കാരണം പടത്തിലൊരു ചെറിയൊരു ഫൺ എലമെന്റ് ആയിരുന്നു ഞാൻ. പിന്നീടാണ് ആ ലെയേഴ്സ് ഒക്കെ റിവീൽ ആവുന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എല്ലാവരുടെ ഒരു ഫേവറേറ്റ് ക്യാരക്ടറായി മാറി. അപ്പോൾ പടം കണ്ട എല്ലാവരും എന്നോട് പറഞ്ഞത് എവരിവൺ നീഡ് ഗോപിക ഇൻ ദെയർ ലൈഫ് എന്നുള്ളൊരു മൂഡായിരുന്നു. സോ അതിൽ വളരെ സന്തോഷം. No, it is difficult to say which one is good actually. Superb dialogue, photography amazing, storyline, it's Malayalam movie ആണെങ്കിൽ ഡൽഹി ബേസ്ഡ് ആണ്. ഒരു ഡൽഹിയുടെ അണ്ടർബെല്ലി ഇൻ എ വെരി സട്ടിൽ വേ ആ കൾച്ചറൽ ക്ലാഷ് ഒക്കെ വളരെ നന്നായിട്ട് കാണിച്ചിരുന്നു. ഐ റിയലി ലൈക്ക് ഇറ്റ്. This night it is a good work. ഡയറക്ടർ ശരിക്കും ഒരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഡൽഹി മലയാളികളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് അല്ല പോകുന്നതെങ്കിലും കഥ ഡൽഹിയെ ബേസ് ചെയ്താണ് നടക്കുന്നത്. പക്ഷേ നമ്മുടെ ഒരു സ്ട്രഗ്ലിംഗ് യൂത്തിൻ്റെ ഒരു അംശം, ജീവിതത്തിൻ്റെ അംശം, അവർ ജീവിതത്തോട് എങ്ങനെ മല്ലുപിടിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അവർ എത്തിപ്പെടുന്നത്, അവരുടെ ആ മേഖലകളിൽ അവർ എങ്ങനെയൊക്കെ അത് പ്രയാസപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം അത് നമുക്ക് കൃത്യമായൊരു വെളിച്ചം നൽകുന്നതാണ്. എന്നാലും സൗഹൃദത്തിന് ഇന്നത്തെ കാലത്ത് കൈവന്നിട്ടുള്ള ഒരിടയ്ക്ക് നഷ്ടപ്പെട്ടു പോയി നമ്മൾ കരുതിയതാണ്. അപ്പം ആ ഒരു വലിയ ഒരു സന്ദേശം സിനിമയിൽ നൽകുന്നുണ്ട്. ഞാനും പറഞ്ഞ പോലെ ഒരു 35 കൊല്ലം വാടക വീട്ടിൽ താമസിച്ചാണ്. സോ ഐ കൻ കണക്ട് മെനി ഓഫ് ദാറ്റ്. ഇവിടെ മെയിൻലി ഒരു ഡൽഹിയുടെ അവിടുത്തെ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കൾച്ചറാണ്. ഞാൻ ഡൽഹിയിലും കുറെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അത് കാണിക്കുന്നുണ്ട് ഇൻ എ വെരി സട്ടിൽ വേ. ഐ കൻ കണക്ട് വിത്ത് ദാറ്റ് ഓൾസോ. ജർമ്മനിയിലെ ഒരു ബൊട്ടാനിക്കൽ ഗാർഡനിലെ ഒരു മരത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു കഥ, അതാണ് സൈലന്റ് ഫ്രണ്ട്. ഇതിലെ അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ട് തന്നെ ഇതിനോടകം ജനശ്രദ്ധ ആകർഷിച്ച ഒരു ചിത്രമാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ പ്രത്യേകതയുള്ള ഒരു സിനിമയായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ നിന്നും ഒരു 150 വർഷം പോലും കഴിഞ്ഞാൽ പോലും അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് എത്താൻ പറ്റാത്തൊരു സംഗതിയാണ്. പ്രധാനമായിട്ട് മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്
സിനിമയിൽ പ്രതിപാദിക്കുന്നത്. അത് 3 കാലഘട്ടത്തിലുള്ള 3 തരം മനുഷ്യർ ഈ പ്രകൃതിയെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ് സിനിമയിൽ പ്രധാനമായിട്ട് പറയുന്നത്. വളരെ നല്ല സിനിമയായിരുന്നു. ഇവിടെ ഈ വർഷം ഫിഫ്റ്റിയിൽ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് സിനിമകളിലൊന്നാണ്. It is not the human connect they try to bring it. So they want to bring in the scientific reason behind it and what is needed for in order to protect our environment, how far the human needs to get connected with the nature. So that eco balance, all those things in a much matured way and most aesthetic way they have presented. And the highlighting factor is the science they bring in. പ്രത്യേകിച്ച് സിനിമാറ്റോഗ്രാഫി വളരെ ഗംഭീരമാണ്. അതുപോലെ തന്നെ ഈ 3 കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യരായിട്ട് അഭിനയിച്ച ആളുകൾ ഇത് തന്നെ വിഷ്വലിൻ്റെ സ്വഭാവത്തിലൂടെ ഈ 3 കാലഘട്ടത്തെയും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ഒരു ജിങ്കോ ട്രീ എന്നുള്ളൊരു മരത്തിനെ കേന്ദ്രീകരിച്ച് ഇതിന് ചുറ്റും ജീവിക്കുന്ന 3 കാലഘട്ടത്തിലുള്ള മനുഷ്യരെ കുറിച്ചാണ് സിനിമയിൽ പ്രധാനമായിട്ട് പറയുന്നത്. I felt as though when I was coming out, I felt I'm coming to the harsh reality where for 2 hours 20 minutes I was in the deep woods. Okay, so that kind of an atmosphere it was into. So an amazing film, yes. Yeah, it was a beautiful movie, but it's not one of my favorites though. I think what is amazing about this movie is visually stunning. You know, the landscape is really beautiful, and the botanical garden itself is intriguing, and there's light and shade, and the leaves and the flowers and all of that. And towards the end, they're showing how significant life is. You know, how life comes together to generate, you know, more and more abundance for human beings and for all the entities around. ഹോങ് സാങ് സോ സംവിധാനം ചെയ്ത വാട്ട് ഡസ് ദാറ്റ് നേച്ചർ സേ ടു യു അഭിനയ മികവുകൊണ്ട് ജനശ്രദ്ധ ആകർഷിച്ച ഒരു ചിത്രമാണ്. ഒരു കുടുംബത്തിലെ മാതാപിതാക്കൾ വേർപിരിയുന്നു. ആ കുടുംബത്തിലെ സന്തോഷവും സങ്കടങ്ങളും വേദനകളും ചില അസാധാരണ സംഭവങ്ങളും പങ്കുവയ്ക്കുന്ന ചിത്രമാണ് കാൻസ് ഫിലിം ഫെസ്റ്റിവലിലും ഡെൻവർ ഫിലിം ഫെസ്റ്റിവലിലും അവാർഡുകൾ നേടിയിട്ടുള്ള ദ ലവ് ദാറ്റ് റിമെയിൻസ്. ഒരു യുദ്ധത്തിൽ നിന്നും രക്ഷപ്പെട്ടു ഓടുന്ന ഒരു സ്ത്രീയുടെ അതിജീവനത്തിന്റെ കഥ. അതാണ് എർക്കിൻ യെസിക്കി സംവിധാനം ചെയ്ത ഫ്രാഗ്മെന്റ്സ് ഫ്രം ദ ഈസ്റ്റ്. സംവിധാന മികവ് കൊണ്ട് ഏറെ ജനശ്രദ്ധ ആകർഷിച്ച ഒരു ചിത്രമാണിത്. The movie was very slow from the beginning to the final climax. So, but the director showed us what he wanted to show. So in the very slow screenplay, he conveyed the story very much. That's what. How did you like the making, like the coloring, sound, acting wise? Often we couldn't see the face of the characters. It's only the ultra wide shot. So that's how the movie. I like the movie. The opening scene where 2 soldiers raped a woman. That's the opening scene. That got me into the movie very much. അത് ഈ പറഞ്ഞ പോലെ ഒരു ഫിലോസഫിക്കലാണ്. ഈ പറഞ്ഞ പോലെ ഭയങ്കര ലാഗാണ്. എങ്കിലും നൈസ് ഫോട്ടോഗ്രാഫിയും അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ഓരോ സിനിമയും നമ്മൾ ഓരോ രീതിയിലാണല്ലോ കാണേണ്ടത്. എങ്കിലും നന്നായിരുന്നു. പിന്നെ മേക്കിംഗ് സ്ക്രിപ്റ്റാണല്ലോ തീരുമാനിക്കേണ്ടത്. ഏത് രീതിയിലുള്ള ആ ജോണറാണ് തീരുമാനിക്കുന്നത്. ഇതിൻ്റെ മേക്കിംഗ് എങ്ങനെ വേണം എന്നുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ നൈസ് ആയിട്ടാണ് തോന്നിയത്. Very interesting film, form wise. And with the single shots and the narratives, majority of the narratives happens in the sound, and also only outdoors, not showing indoors. It's a very curious film about power, gender, war, rape. ജിയോ ബേബി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത മലയാള ചിത്രമാണ് എബ്. ആദ്യ പ്രദർശനം മുതൽ സിനിമാ പ്രേമികളുടെ ഇഷ്ടചിത്രമായി കഴിഞ്ഞിരിക്കുന്നു എബ്. ദമ്പതികളായ ആദർശും മരിയയും അടുത്ത സുഹൃത്തുക്കളെപ്പോലെ ഊഷ്മളവും സ്വതന്ത്രവുമായ ജീവിതം നയിക്കുന്നവരാണ്. മരിയയുടെ സുഹൃത്തായ സിദ്ധാർത്ഥിന് മരിയയോടുള്ള അടുപ്പം കൂടുന്നതോടെ ആദർശന് അതൊരു ആഘാതമായി മാറുന്നു. അസ്വസ്ഥതയുടെയും മനോവ്യഥയുടെയും പടുകുഴിയിലേക്ക് ആദർശ് പതിയെ വീഴുന്നു. സ്നേഹവികാരങ്ങളുടെ സൂക്ഷ്മതലങ്ങൾ സ്ത്രീ പുരുഷന്മാരെ സ്വാധീനിക്കുന്ന വഴികളിലൂടെയാണ് എബ് യാത്ര ചെയ്യുന്നത്. ഇഷാൻ ഘോഷ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ബംഗാളി ചിത്രമാണ് മിറാഷ്. കൊൽക്കത്തയിൽ നടക്കുന്ന 2 യുവാക്കളുടെ കഥ പറയുന്ന ഈ ചിത്രം ഇതിനോടകം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ ഏറെ ജനശ്രദ്ധ ആകർഷിച്ചു.
നല്ല ഒരു ഫ്ലോ ഉള്ളൊരു സിനിമയായിരുന്നു. ലൈക്ക് ഒരു സാധാരണക്കാരുടെ ജീവിതം പോർട്രേറ്റ് ചെയ്യുന്ന സിനിമയായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതൊരു ബംഗാളി ഫിലിം അല്ലേ? അപ്പൊ അത് എങ്ങനെയാ കണക്ട് ചെയ്യാൻ പറ്റുമോ നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക്? ലൈക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നില്ല. ലൈക്ക് ഹാർഡായിട്ടുള്ള ഒരു ജീവിതം, അത് സിമ്പത്തറ്റിക് അങ്ങനെ ഒരു ഇത് തന്നെയുള്ളൂ. റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ സ്റ്റിൽ അവരുടെ ഫീലിങ്സ് ഒക്കെ നമുക്ക് തോന്നി. ഭയങ്കര എന്താണ് ഹാർഷായിട്ടുള്ള ഫീലിങ്സ്, ഇമോഷൻസ് ആയിരുന്നു. ആക്ടിങ് വൈസ് ആണേലും മേക്കിംഗ് വൈസ് ആണേലും നല്ല രസമുണ്ടായിരുന്നു. നമുക്കൊരു ഭയങ്കര ഹോപ്പ് തരുന്ന ഒരു പടം പോലെ തോന്നി. ഭയങ്കര രസമുള്ള ഒരു പടം. ഇതിൽ ഏതെങ്കിലും ഒരു പോർഷൻ നമ്മുടെ ലൈഫിൽ ഹുക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര കണക്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഐ മീൻ നല്ലൊരു സാധനം. നല്ല മൂവിയായിരുന്നു. എനിക്ക് എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ്ലി നമ്മൾ ബംഗാളി ലാംഗ്വേജ് ആയതുകൊണ്ടാണ് നമ്മൾ കയറുന്നത്. നമ്മൾ ഇന്ത്യൻ സിനിമാസ് കുറച്ചുകൂടി അടിപൊളിയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് കയറിയത്. പിന്നെ അതായത് രണ്ട് ഇൻഡിവിജ്വൽസിന്റെ എങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് ഭയങ്കര ലോ സ്റ്റേജിൽ കൂടെ പോയിട്ടുണ്ടായിരുന്ന രണ്ടാൾക്കാരാണ്. അവര് നന്നായി കഷ്ടപ്പെട്ട് നല്ലൊരു ഹൈ സ്റ്റേജിലേക്ക് എത്തുന്ന അതാണ് ആ രണ്ട് ക്യാരക്ടേഴ്സിന്റെ പ്രൊജക്ഷൻസ് ആണ് ആ സിനിമയിൽ കാണിക്കുന്നത്. സിനിമാറ്റോഗ്രഫി അടിപൊളിയാണ്. ലൈക്ക് ഷോർട്സ് ഒക്കെ ലൈക്ക് അവരുടെ ഇമോഷൻസ് കറക്റ്റ് ആയിട്ട് പോർട്രേറ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ആ ഒരു ഹറീനെസ് ആണെങ്കിലും ലൈക്ക് സ്ലോ ആണെങ്കിലും അതെല്ലാം സിനിമാറ്റോഗ്രഫി അടിപൊളിയുണ്ട്. മ്യൂസിക് ആണെങ്കിലും മ്യൂസിക് ഓൾറെഡി കേട്ടിട്ടുള്ള ഒരു മ്യൂസിക് പോലെ തോന്നി എനിക്ക്. അപ്പോൾ ആക്ടിങ് വൈസ് ആണെങ്കിലും രണ്ട് ക്യാരക്ടേഴ്സ് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ മൊത്തത്തിലുള്ള ഡയറക്ടർ ബ്രില്യൻസ് ആണെങ്കിലും മൊത്തത്തിൽ നല്ല ഒരു അടിപൊളി. പട്ടട എന്ന കൊച്ചു ഗ്രാമം, ഈ ഗ്രാമത്തിലെ മനുഷ്യരുടെ പോരാട്ടത്തിന്റെയും അതിജീവനത്തിന്റെയും ദുരവസ്ഥയുടെയും കഥ പറയുന്ന ചിത്രമാണ് ഗേൾ ആൻഡ് ദ ഫൂൾസ് പരേഡ്. രാജേഷ് മാധവനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. മരണവുമായി ബന്ധപ്പെട്ട ഗ്രാമമാണ് പട്ടട. ഗോപാലൻ മാസ്റ്റർ, ചാരുലത, സുട്ടു എന്നിവർ ആ ഗ്രാമത്തിൻ്റെ പരുഷമായ വിധികൽപ്പനകളുടെയും അക്രമവാസനയുടെയും ഇരകളാണ്. അവരുടെ പോരാട്ടങ്ങളിലൂടെ സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ ദുരവസ്ഥയെ ചിത്രീകരിക്കുന്നു. സുട്ടു ആ നാട് വിട്ട് സ്വാതന്ത്ര്യത്തിൽ അഭയം കണ്ടെത്തിയെങ്കിലും അവിടെ തുടരുന്ന ചാരുലതയുടെ ഭാവി പട്ടടയുടെ അക്രമങ്ങളിലും അനീതികളിലും പെട്ട് കൂടുതൽ അപകടത്തിലേക്ക് പതിക്കുന്നു. ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ വിഭാഗത്തിൽ പങ്കെടുക്കുന്ന തനിശ്രീ ദാസും സൗമ്യാനന്ദ സാഹിയും ചേർന്ന് സംവിധാനം ചെയ്ത ചിത്രമാണ് ഷാഡോ ബോക്സ്. തന്നിഷ്ട ചാറ്റർജി സംവിധാനം ചെയ്ത ഫുൾ പ്ലേറ്റ് ഒരു വിമൻ സെൻട്രിക് സിനിമ എന്ന രീതിയിൽ ഒരുപാട് ജനശ്രദ്ധ ആകർഷിച്ച ചിത്രമാണ്. ഒരു ഹോളി ആഘോഷത്തിൽ അപകടത്തിൽപ്പെടുന്ന ഭർത്താവും അതിനുശേഷം ആ ഭാര്യ നേരിടുന്ന അതിജീവനത്തിനെ കഥ പറയുന്ന ചിത്രമാണ് ഫുൾ പ്ലേറ്റ്. We have already seen these kind of movies, but this was so heart touching. It was different. The storytelling, it was simple, though it was how to say, like the storytelling was so deep, and the humor in between the movies, it was too good. ടൈറ്റിൽ പോലെ തന്നെയാണ്. ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ലോട്ട് ഓഫ് എലമെന്റ്സ്. ഒരുപാട് ഫ്രീഡം ബിഹൈൻഡ് ദ ബുർക്ക, അതാണ് ഐ തിങ്ക് ദ റൈറ്റ് ആപ്റ്റ് തിങ് ടു സേ. ഒരുപാട് ഇൻസ്പയറിംഗ് ആയിരിക്കും തോന്നുന്നു ഒരുപാട് ആൾക്കാർക്ക് ഇൻ ദിസ് റിലീജിയൻ ആൻഡ് ഇൻ ദിസ് മുംബൈ അറ്റ്മോസ്ഫിയറിൽ. I think they have done a magnificent job. The whole filmography, I would definitely recommend to people. Actually, I've been in Mumbai previously, so I know the culture there, the people there, so how they react to such kind of, the bias, the religion bias and all that. So you do feel it is a realistic movie? it is exactly. Okay. എല്ലാം കൊണ്ടും മികച്ചൊരു ഇതാണ്. അത് നായികയെ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുന്ന ആ ഒരു രീതിയായാലും അതിൻ്റെ ഓരോ ഡീറ്റെയിലിംഗ് ആയാലും നമുക്ക് വിശദമായിട്ട് നമുക്ക് ഒരു ഈ പറയുന്ന അല്ലെങ്കിൽ ഈ ദുരിതം അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ എല്ലാ മേഖലയിലും കൂടി കടന്നു പോകുന്നുണ്ട്. അവർ പുതിയതായിട്ട് കേൾക്കുന്ന വാക്കുകൾ, അതായത് അതെങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഒരു എക്സ്പ്ലോർ ചെയ്യുന്നൊരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ നന്നായിട്ടുണ്ട്. 30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ 5ാം ദിന കാഴ്ചകൾ ഇവിടെ അവസാനിക്കുമ്പോൾ സിനിമാ വിശേഷങ്ങളും സിനിമാ ചർച്ചകളും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും കാണാം അടുത്ത അധ്യായത്തിൽ.